Namaste, welcome back to my channel Vinti Now. നല്ലൊരു ഹ്യൂജ് ഡൗൺഫോൾ പോയ ദിവസമാണ് ഇന്നത്തെ മാർക്കറ്റ്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6th സെപ്റ്റംബർ ആണ്. അപ്പോൾ ഇന്ന് സെൻസെക്സിനായിക്കോട്ടെ, അതേപോലെ മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, അതേപോലെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഏത് മാർക്കറ്റിലും നല്ല ഹ്യൂജ് ഡൗൺഫോൾ മോർണിംഗ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഒരു കൺസോളേഷൻ ആയിരുന്നു. മാർക്കറ്റ് ഒരു നല്ലൊരു ബൈറ്റണിലേക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നാണ് നല്ലൊരു ഹ്യൂജ് ഡൗൺഫോൾ കിട്ടിയത്. ഇതുവരെ മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് കാണിച്ച പെർഫോമൻസ് ഞാൻ ഇങ്ങനെ കാണിച്ചാൽ സെൻസെക്സിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ ഇപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് നമുക്കിവിടെ കാണാം. ഇതിനകത്ത് സെൽസിക്കിലാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ സെൽസിക്കിൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. സോഫ്റ്റ് 10:30 നമുക്ക് തന്നതാണ്. സെല്ലിൻ്റെ എൻട്രി ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ കൺഫേം ആയി നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇന്നത്തെ പോലെ ഇന്നലെ പോരുന്നില്ല. നല്ലൊരു സൈഡ് വേസ് ആണ് കാണിച്ചത്. ഇതിന് മുമ്പത്തെ ദിവസത്തെയും മാർക്കറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. നല്ലൊരു സൈഡ് വേസ് തന്നെയായിരുന്നു മാർക്കറ്റ്. വലിയൊരു എൻട്രി, പക്ഷേ എന്നാലും ലാസ്റ്റത്തെ ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കിട്ടിയിട്ടില്ല എന്നല്ല, നമുക്കൊരു നല്ലൊരു റിട്ടേൺസ് ഇന്നത്തെ കിട്ടുന്ന പോലെ കിട്ടിയിട്ടുണ്ടായില്ല. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് മൂവ്മെന്റ് ആണ്. ഇടയ്ക്ക് മാർക്കറ്റ് ഒന്ന് കയറാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് അവിടെ ഒരു ബൈ ട്രേഡ് തന്നില്ല. ഇപ്പോഴും അടിച്ചടിച്ചിറങ്ങിക്കൊണ്ടിരിക്കും. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെയും സോഫ്റ്റ് റീ എൻട്രി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ ദിവസം വന്ന സെല്ലിന് കണ്ടിന്യൂഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇന്ന് രാവിലെ കണ്ടിന്യൂഷൻ പോകുമ്പോൾ സപ്പോർട്ട് അടിച്ചിറങ്ങി. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഈ ക്യാൻഡിൽ നമുക്ക് താട്ടിറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് നല്ല രീതിയിൽ താഴ്ത്തു പോയി. പിന്നെ തിരിച്ച് ബാക്ക് ട്രേഡ് എടുത്തു. പിന്നെയും ഈ ബാക്ക് ട്രേഡിൽ സോഫ്റ്റ് അവിടെ ബൈ തന്നിരുന്നില്ല. പുൾ ബാക്ക് ആണോ, എക്സിറ്റ് ചെയ്യാനുള്ള പോർഷൻ അവിടെ തന്നിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ നോക്കി എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കളർ ചേഞ്ചസ് നോക്കി എക്സിറ്റ് ചെയ്യാം. പക്ഷേ താഴെ റെഡ് ആയിരിക്കും സെല്ല് തന്നെയാണ്. പിന്നെ സപ്പോർട്ട് എടുക്കുമ്പോൾ നെക്സ്റ്റ് എൻട്രി ഉണ്ട്, അവിടെ സോഫ്റ്റ് റീ എൻട്രി തരും. ആ സമയത്ത് നമുക്ക് എൻട്രി എടുത്തേച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ആ ട്രെൻഡ് ലൈൻ നോക്കി തിരിച്ചിറങ്ങി അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുന്ന പോർഷൻ നമുക്ക് അവിടെ എടുക്കാം. റീ എൻട്രിക്ക് വരെ വെയിറ്റ് ചെയ്യേണ്ട. ഇവിടെ നിന്ന് തിരിച്ച് പിന്നെയും കയറി പിന്നെ ഇറങ്ങി. അപ്പം നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് അടിച്ച് മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട്. ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യണ, താഴത്തെ റെഡ് മാറുന്നൊരു ഹോൾഡ് ചെയ്യാം. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇപ്പം എത്ര പോയിന്റ് പ്രോഫിറ്റ് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ കാണിച്ചിട്ടുണ്ട്. 1270 പോയിന്റോളം നമുക്ക് ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. 3 ടാർഗറ്റ് അടിച്ചിട്ടും മാർക്കറ്റ് റീ എൻട്രി പിന്നെയും സോഫ്റ്റ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിന് ഇത് തന്നെയാണ്. ഇന്നലെ ഒരു നല്ലൊരു ബൈ ട്രേഡ് പോയിരുന്നു. ഇന്നലെ ക്ലോസിംഗിൽ വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിന്ന് സപ്പോർട്ട് പഠിച്ച് താട്ടിറങ്ങി നല്ലൊരു ഹ്യൂജ് ഡൗൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊരു പുൾ ബാക്ക് വന്ന് പിന്നെയും തിരിച്ച് മാർക്കറ്റ് ഡൗൺ ഇറങ്ങുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഇപ്പോൾ വന്നൊരു സപ്പോർട്ട്, അതിനും കുറച്ച് മുമ്പ് വന്ന സപ്പോർട്ട് നല്ല ബ്രേക്ക് നല്ല താട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നലത്തെ സെല്ലി കിട്ടിയ 239 പോയിന്റ്സോളം നമുക്ക് ആക്ച്വലി ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ സോഫ്റ്റിനകത്ത് കറക്റ്റ് എൻട്രി കാണിച്ചു തരും. അതേപോലെ താഴെ ടാർഗറ്റ് ഉണ്ടാവും. കൺഫർമേഷൻ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഒരു സിഗ്നൽ വന്നാൽ നേരെ കയറി എടുക്കുന്നതിന് പകരം ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാർ പ്രൈസ് ആൻഡ് സെൽ സോൺ കൂടെ നോക്കുക. കണ്ടിന്യൂഷൻ മാർക്കറ്റ് പോകുമ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസിൻ്റെ ലെവൽ നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. എങ്ങനെ വർക്ക് ചെയ്യണം, സോഫ്റ്റ്വെയറിൽ ഈ സ്ട്രാറ്റജി എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, അതേപോലെ തന്നെ ഫേക്ക് അപ്പ് ഡൗൺസ് ഒക്കെ എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ ലൈവ് പെർഫോമൻസ് ആയിട്ട് കാണിച്ചു തരും. ലൈവ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.